മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന പേർ വിളിക്കുകയാണ്. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാകുകയില്ല. നിന്റെ ചാർച്ചക്കാരി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മറ്റുള്ളവർക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളാൻ ശ്രദ്ധിക്കേണ്ട. അവളിൽ ഉത്പാദിതമായിരിക്കുന്ന പശുധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളുടെ മോചിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേർ വിളിക്കണം. കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും. അവനെ ദൈവം നമ്മളോടുകൂടെ അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് യെശയ്യാ പ്രവാചകന്റെ മുഖാന്തരം അരുളിച്ചെയ്ത് നിവൃത്തിയാകുവാൻ ഇടവന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾ അടയാളമോ ശീലകൾ ചുറ്റി പച്ചക്കറിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ദൈവമാവ